അസാധ്യം തന്നെ. നമുക്ക് തന്നെ പിടികിട്ടുന്നില്ല. സത്യത്തിൽ നീ ആരാ? തിരിച്ചറിവില്ലാത്തവർ ഇങ്ങനെ കുറെ ഓടും. ജീവിതകാലം മുഴുവൻ ഓടിയാലും കള്ളന്റെ കാലടി ശബ്ദവും അമ്പലപ്രാവിന് ചിറകടി വച്ചയും ഈ ശുംഭന്മാരൊന്നും തിരിച്ചറിയാൻ പോണില്ല. ഓടട്ടെ, ഇനിയും ഇനിയും ഓടട്ടെ. കള്ളൻ കള്ളൻ ഓടി തകർത്ത പുറത്ത് ചാടി. അവരൊക്കെ കള്ളനെ പിടിക്കാൻ പുറത്ത്. തൃപ്പൂണിത്തറയെത്തേണ്ടതല്ലേ? ഈ തഞ്ചത്തിന് പൊക്കോട്ടെ. കള്ളം വന്നു ഓടി തകർത്തല്ല, ഒരു രാമന്റെ ഹൃദയം തകർത്തു പോയി. അതിനപ്പുറം ആരും ഒന്നും അറിയണ്ട. പ്രജകൾക്ക് മുമ്പ് നാട് വാഴ്ന്ന പൊന്നു തമ്മിൽ എന്നെ കളം കണ്ടവരുത്. നാട്ടുകാർക്ക് മുമ്പ് എന്റെ താത്തയ്ക്ക്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. വിളിച്ചു വരുത്തിയത് നീയാ? ഞാനായിട്ട് ഇറക്കി വിടണോ? എങ്ങനെ ഇറക്കി വാടോ? നിന്റെ വേളയുടെ ഒരു രാത്രിയിലെ പുരുഷനെ ഞാനും ഒന്ന് കാണട്ടെ. രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട പാതകൾ ഇരുട്ടിൽ തെന്നി വീഴാതിരിക്കട്ടെ. ഈ നെഞ്ചു വന്നുപോയ നമ്പൂരുടെ ശാപവും ഈ തിരുശിരസിൽ വീഴാതിരിക്കട്ടെ. ഇനിയും എന്റെ ജന്മത്തെ പരിഹസിക്കാതെ ഇറങ്ങിപ്പോടോ. രസം നഷ്ടമായില്ലേ താത്രയ്ക്ക്? സാരില്ല, ഒരു ജന്മം തന്നെ നഷ്ടമായിട്ടും ഞാൻ പരാതിപ്പെടുന്നില്ലല്ലോ. എന്റെ വിവരക്കുറവുണ്ടാവാൻ എനിക്ക് അങ്ങനെ തോന്നാത്ത. എന്താ ഈ നിമിഷം എനിക്ക് തന്നെ കൊല്ലാൻ കഴിയുന്നില്ല. ഒന്ന് തല്ലാനോ ശകാരിക്കാനോ കഴിയുന്നില്ല. അതാണത്തമില്ലായ്മയാണെന്നൊരു ഉത്തരം തകറ്റി വരുന്നുണ്ടാവും. അല്ല, അതായിരിക്കില്ല. ഇന്നലെ വരെ ലോകർക്ക് മുഴുവൻ പകുത്തു നൽകിയ സ്വന്തം ജീവിതം വിവാഹം കൊണ്ടൊരു പെണ്ണിന്റെ മോഹങ്ങൾക്കും ദുർമോഹങ്ങൾക്കും അവിസ്തായർപ്പിക്കുന്ന പടുവിട്ടിയ ഭർത്താവ് നശിക്കുമ്പോ കൂടെ അവളുടെ പുരുഷനും നശിക്കും. എനിക്കാവില്ല നിന്നെ പഴിക്കാനും എനിക്ക് കുറ്റപ്പെടുത്താനും. കരുതിക്കൂട്ടി തെറ്റ് ചെയ്തിട്ട് പിന്നെ മാപ്പ് ചോദിക്കുന്ന അർത്ഥമില്ല. പൊറുക്കൊന്നും പറയുകയില്ല. പക്ഷെ കുറ്റം തെളിഞ്ഞ സ്ഥിതിക്ക് ശിക്ഷിക്കാൻ അവരുടെ ശരിയാണ്. സ്വയം ശിക്ഷിക്കാൻ മനസ്സില്ലെങ്കിൽ ഈ നാട്ടിൽ കോടതിയും സമുദായ ശിക്ഷാ വിധികളും സ്മാർട്ടും ഒക്കെ ഇല്ലേ? എന്റെ കളങ്കം അവരെ ബോധ്യപ്പെടുത്തു. എന്നെ വിചാരണ ചെയ്തു ശിക്ഷിക്കട്ടെ. എന്നിലെ കളങ്കം എന്ന് പറയുന്നത് ഒരുപാട് പുരുഷന്മാരുടെ കാപട്യമാണ്. എന്നോടൊപ്പം അത് വിചാരണ ചെയ്യട്ടെ. മഹത്തുക്കളെന്ന് കരുതുന്ന പലരുടെയും കപട സദാചാരത്തിന്റെ മുഖമൂടികളോട് അഴിഞ്ഞു വീഴും. ബ്രാഹ്മണത്തിന് തലപ്പാവിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കഴുത ചവികളാണെന്ന് വിളിച്ചു പറയാൻ ഇനി എനിക്ക് വേണ്ടത് വിചാരണയാണ്. എന്റെ ഇതുവരെയുള്ള